നമുക്കറിയാം ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ആരംഭിച്ച IT മന്ത്രിയായിരുന്നു ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. IT രംഗത്ത് കേരളത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് UDF. ബഹുമാനപ്പെട്ട VD സതീശൻ പറയുന്നത് കല്ല് വെച്ച നുണയാണോ അതോ അറിവില്ലായ്മയാണോ? അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മുഴുവൻ ചരിത്രത്തിന് വിരുദ്ധമായിട്ടാണ്. സംഭവിച്ചതല്ല അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നമുക്ക് ഈ IT പാർക്കിന്റെ ഉപജ്ഞാതാവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 1990 സഖാവ് EK നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിലെ ആപ്പിൾ കമ്പനി സന്ദർശിക്കുകയും അവിടെ നിന്നും ഉൾക്കൊണ്ട പ്രചോദനമാണ് തിരുവനന്തപുരത്ത് IT പാർക്ക് സ്ഥാപിക്കുവാൻ കാരണമായത്. അന്നത്തെ വ്യവസായ മന്ത്രി KR ഗൗരിയമ്മയായിരുന്നു. ഇത് സ്ഥാപിക്കുമ്പോൾ അന്നതിലുണ്ടായിരുന്നത് വെറും 155 ജീവനക്കാരായിരുന്നു. ഇന്ന് ഈ IT പാർക്കിലെ ജീവനക്കാർ 72,000 പേരാണ്. ഈ ആശയം നയനാരുടേതായിരുന്നു. എന്നാൽ VD സതീശൻ പറയുന്നത് ഇതിന്റെ ഉപജ്ഞാതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്ന്. ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ച് ഇങ്ങനെ കള്ളം പറയുമ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കയില്ലെന്ന് മാത്രമല്ല, VD സതീശന്റെ വില കൂടി ഇടിയുകയാണ്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിൽ വന്നാൽ ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയില്ല. മുഖ്യമന്ത്രി സ്ഥാനം 2 പേരെയാണ് നോക്കിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കും 2ാം സ്ഥാനം KC വേണുഗോപാലിനുമാണ്. ഈ കളവ് പ്രചരിപ്പിക്കുന്ന നിങ്ങളെ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ കളവ് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം അറിയില്ല. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം ഇങ്ങനെ പ്രസംഗിച്ച് പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങൾ ചെറുതാവുകയാണ്. അങ്ങനെ ചെറുതാവരുത്. നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ച് നന്നായി പ്രസംഗിക്കുവാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരാം.